അനുമോ സാറേ, ഇന്നത്തെ SSLC മാത്സ് പരീക്ഷയുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ഇന്നലത്തെ നമ്മുടെ ലൈവില് നമ്മൾ 30 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇന്നത്തെ എക്സാമിന് 27 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, 5 സെക്ഷൻ ആയിട്ട്. ഈ 27 ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ അകത്ത് 18 ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതായത് 27 ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 18 ചോദ്യങ്ങളും നമ്മൾ ഒറ്റ ലൈവിൽ നിന്നാണ് വന്നത്. ഒറ്റ ലൈവിൽ നിന്ന്. ഓക്കെ. പിന്നെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ. അതായത് 20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 50ന്റെ മേലെ മാർക്കായി. അപ്പൊ 50 മുകളിൽ മാർക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ കുട്ടികൾക്ക് A+ ഉണ്ടെങ്കിൽ 72 മാർക്കൊക്കെ വേണ്ടേ? നമ്മളതിന് ഇന്നലത്തെ മോർണിംഗ് മാത്രമല്ലല്ലോ, ഇന്നലെയും മെഞ്ഞാന്നും അങ്ങനെ 3 ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും. അതായത് നമ്മുടെ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും കറക്റ്റ് ഫോളോ ചെയ്ത കുട്ടികൾക്ക് 80 കിട്ടും. 80 കിട്ടും. ഓർക്കസ്ട്ര അറ്റൻഡ് ചെയ്യാൻ. നമ്മള് കൺസ്ട്രക്ഷന്റെ വീഡിയോ എടുത്തില്ലേ, അതിനകത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാ വന്നത്, ഒരു മാറ്റമല്ല. നമ്മളെ ഫോർമാറ്റ് വീഡിയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ കൂടി. ഇനി ഒറ്റ ഡൗട്ടേ ഉള്ളൂ, നമ്മളെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഇല്ലാത്ത ഏതെങ്കിലും ചോദ്യം ഈ പരീക്ഷ ഉണ്ടോ? അതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ, അതായത് ഇതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അത്രയുള്ളൂ. അതായത് SSLC മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ടോട്ടൽ ചോദ്യങ്ങളും ഓൾറെഡി നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷം ഇറക്കിയ നമ്മുടെ ഗൈഡിലുണ്ട് എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ കൺഗ്രാറ്റുലേഷൻസ്.